പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയെ റൂമിൽ പൂട്ടിയിട്ടതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്നറിയാതെ കൺമണിയാകെ പകച്ചുപോയിരിക്കുകയാണ്. മാത്രവുമല്ല, ഇതേ തുടർന്ന് ഇനി ഞാൻ വിചാരിച്ചതുപോലെ തന്നെയേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ മനോജ്. മാത്രവുമല്ല, ഞാൻ വിചാരിച്ചതുപോലെ അവൾ ജോലിക്ക് നാളെ തന്നെ ജോയിൻ ചെയ്യും, ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. ഇനി തീരുമാനങ്ങൾ എൻ്റേത് മാത്രമാണ്, അതിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കുകയില്ല, ഇത് എൻ്റെ വാക്കാണ് എന്ന് പറഞ്ഞ് മനോജ് പോയതിനെ തുടർന്ന് കൺമണി ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുകയാണ്. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. മാത്രവുമല്ല, ബലരാമന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യുകയാണ് എങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയേയുള്ളൂ, ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും, ആ ഒരു ചോദ്യം മാത്രമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത്. അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവം എന്തെങ്കിലും നീക്കം നടത്തിയേ മതിയാകൂ. ഇതേസമയം മനോജിന്റെ മകൻ അവിടേക്ക് വന്നതിനെ തുടർന്ന് കൺമണിയോട് എന്താണ് അപ്പ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെയുണ്ട്, അപ്പ യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനം എടുത്തുകൊണ്ട് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ മനോജിന്റെ മകൻ. മാത്രവുമല്ല, ഈ കാര്യം എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും കൃഷ് സാറിനെ അറിയിക്കണം എന്ന് ഉറപ്പിക്കുകയും ചെയ്ത കൺമണി ഇതേ തുടർന്ന് അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നു. പക്ഷേ ഇതേ സമയം പിറ്റേന്ന് കൺമണിയെ കാണാതായതിനെ തുടർന്ന് എന്താണ് കൺമണി ലീവ് എടുക്കാൻ കാരണം എന്നുള്ള കാര്യം അന്വേഷിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് ഇപ്പോൾ കൃഷ്. ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിയുന്നതിനായി കൃഷ് കൺമണിയുടെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നു. പക്ഷേ മനോജ് കൺമണിയെ കാണാൻ കൃഷിനെ അനുവദിക്കുന്നില്ല. കൃഷിനോട് ഇപ്പോൾ ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുകയും കൺമണി ഇനി കമ്പനിയിൽ ജോയിൻ ചെയ്യുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് കൃഷ് ഒന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയും ചെയ്യുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിത്തിരിവുകളാണല്ലോ സംഭവിക്കുന്നത്, എന്തായിരിക്കും ഇതിനു പിന്നിലെ കാരണം എന്ന് ആലോചിച്ചുകൊണ്ട് മുന്നിലേക്ക് കൃഷ് പോകുമ്പോൾ കൃഷിനോട് കാര്യങ്ങൾ അറിയിക്കാൻ തയ്യാറായിക്കൊണ്ട് വരികയാണ് മനോജിന്റെ മകൻ. ഇതേ തുടർന്ന് കൃഷിനോട് കാര്യങ്ങൾ പറയുന്ന അവൻ അപ്പയുടെ അവസ്ഥ വളരെ മോശമാണ് എന്നും കൃഷങ്ങൾ ഇടപെട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് കൃഷ് കൺമണിയെ രക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. കൺമണിയെ തടവിൽ നിന്ന് രക്ഷിക്കുക തന്നെ ചെയ്യും, അതിന് കൃത്യമായ അവകാശം എനിക്കുണ്ട് എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്ന കൃഷ് ഇതേ തുടർന്ന് തൻ്റെ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. മനോജിനെ ചെന്ന് കണ്ട് കൺമണിയോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ താനതിന് സമ്മതിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന മനോജ് അവളുടെ കാര്യത്തിൽ തീരുമാനം ഞാനാണ് ഇപ്പോൾ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ അവളെ കാണണ്ട എന്നാണ് എൻ്റെ തീരുമാനം. ആ തീരുമാനം ഉടനൊന്നും മാറാനും പോകുന്നില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് നീ സ്ഥലം കാലിയാക്ക്, അതാണ് നിനക്ക് നല്ലത് എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോയിരിക്കുകയാണ് കൃഷ്. പക്ഷേ കൺമണിയെ അങ്ങനെ കൈവിടാൻ തയ്യാറാകാത്ത കൃഷ് കൺമണിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് കടന്ന പുതിയ പദ്ധതിയുമായി വരികയാണ്. ഇതോടെ ഇനി എന്തു ചെയ്യണമെന്ന ചോദ്യം ബാക്കിയാവുകയാണ് ബലരാമന്റെ മുന്നിൽ. മനോജിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എളുപ്പമല്ല എന്ന് ഇതിനിടയിൽ തിരിച്ചറിയുന്ന കൺമണി
എങ്ങനെ രക്ഷപ്പെടും എന്ന് ആലോചിക്കുകയും തിരിച്ചടി ഉടൻ തന്നെ കൊടുത്തില്ല എങ്കിൽ പ്രശ്നങ്ങൾ വഷളാകുമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ഇനി മനോജിനെ അനുസരിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നും അതിപ്പോൾ തന്നെ കൊന്നാലും ശരിയാണ് എന്ന് അറിയിക്കുകയും ചെയ്തത് മനോജിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചിരിക്കുകയാണ്. ഇതോടെ ബലരാമൻ തൻ്റെ തോൽവി അറിയുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.